മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് എന്നത് സാമൂഹിക ശാസ്ത്രം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഒരാൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധ്യമല്ല. മനുഷ്യർക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ എല്ലാ മനുഷ്യരുടെയും സഹകരണവും എല്ലാ മനുഷ്യരുമായും നല്ല ബന്ധവും ഉണ്ടായേ മതിയാവും. അതില്ലാതാക്കുന്ന വിധത്തിൽ ആളുകൾ പെരുമാറുമ്പോൾ എല്ലാവരുടെയും ജീവിതം ദുസ്സഹമായി തീരും. ആളുകൾക്കിടയിൽ അഭിപ്രായ ഐക്യമുള്ള നൂറുകണക്കിന് വിഷയങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും ആളുകൾ അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് വലുതാക്കി അവർക്കൊരു പ്രദേശത്ത് ജീവിച്ചുകൂടാത്ത അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. മാനവികത മനുഷ്യന് അനിവാര്യമാണ്. മാനവികതയെക്കുറിച്ച് ചിന്തിക്കുകയും മാനവികത ശക്തിപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത് എല്ലാവരുടെയും ബാധ്യതയാണ്. നമുക്ക് ഇടയിലുള്ള പ്രയാസങ്ങൾ നമ്മൾ നോക്കിയാൽ അറിയാം. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ഒരേ മതത്തിൽപ്പെട്ട വിവിധ സഭകളും വിവിധ സംഘടനകളും തമ്മിലൊക്കെ തന്നെ പ്രശ്നങ്ങളാണ്. ഇതിപ്പോഴും തീരുമെന്നും വിചാരിക്കേണ്ട. ഇങ്ങനെയാണ് കാര്യമെങ്കിൽ അത് തീർക്കുവാൻ വഴിയുണ്ടോ എന്നാണ് ആലോചിക്കേണ്ടത്. അതിന് വഴിയുണ്ട്. ഒന്നാമതായി, യാഥാർത്ഥ്യങ്ങൾ എല്ലാവരും അംഗീകരിക്കണമല്ലോ. നമുക്കിടയിലുള്ള ഈ വൈവിധ്യം നമ്മൾ ഉണ്ടാക്കിയതല്ലല്ലോ. അപ്പോൾ ഞാൻ ഇന്ത്യയിൽ ജനിച്ചു എന്നൊരാൾ പറയുന്നെങ്കിൽ ഇന്ത്യയാണ് ജനിക്കാൻ ഏറ്റവും നല്ല രാജ്യം, അതുകൊണ്ട് ഇവിടെ ജനിക്കാമെന്ന് തീരുമാനിച്ചതാണോ? ഒരാൾ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, അതാണ് ഏറ്റവും വലിയ ഭാഷ എന്ന് പറയുകയാണെങ്കിൽ അത് അയാൾ അങ്ങനെ തീരുമാനിച്ച് ഇംഗ്ലണ്ടിൽ ജനിച്ചത് കൊണ്ടാണോ? അല്ലല്ലോ. പരമകാരുണികനായ സർവശക്തനായ സൃഷ്ടാവ് എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടുള്ള പടച്ചവനാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒരേ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളാണ്. ആ നിലക്ക് നമുക്കിടയിൽ ഒരു ഐക്യമുണ്ടല്ലോ. നമ്മൾ വ്യത്യസ്തതയുടെ പേരിൽ ആളുകളെ വെറുത്താൽ അത് ദൈവദോഷമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് മനുഷ്യരെല്ലാവരും ഒരു സൃഷ്ടാവിൻ്റെ സൃഷ്ടികളാണ് എന്ന്. എല്ലാ മതഗ്രന്ഥങ്ങളിലും ഉണ്ടത്. പിന്നെ രണ്ടാമത്തെ വിഷയം, മനുഷ്യരെല്ലാവരും ഒരു മാതാവിൻ്റെയും ഒരു പിതാവിൻ്റെയും മക്കളാണ് എന്നതാണ്. നമ്മൾ പുറകോട്ട് കൂട്ടി നോക്കിയാൽ പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ അങ്ങനെ നമ്മൾ പുറകോട്ട് കൂട്ടിയാൽ നമ്മൾ ആദ്യ മനുഷ്യനിൽ ചെന്നെത്തും. ആദ്യ പിതാവിലും ആദ്യ മാതാവിലും ചെന്നെത്തും. ഖുറാനിൽ ആദം എന്നും ബൈബിളിൽ ആദാം എന്നും പറയുന്ന ആദ്യ മനുഷ്യൻ ആദം അലൈഹിസ്സലാം. ആ ആദമിൻ്റെ മക്കളാണ് എല്ലാ മനുഷ്യരും. അവർ പല നാട്ടിലായി, പല ഭാഷക്കാരായി, പല നിറത്തിലായി, പല ആശയഗതിക്കാരായി, എന്നാലും എല്ലാവരും ആദമിൻ്റെ മക്കളാണ്. ആദമിൻ്റെ മക്കളെ അള്ളാഹു ആദരിച്ചു എന്ന് പറയുന്നുണ്ട്. വലഖദ് കറംനാ ബനി ആദം. ആദാമിൻ്റെ മക്കളെ അള്ളാഹു ആദരിച്ചു. ആ ആദമിൻ്റെ മക്കളിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ബുദ്ധമതക്കാരും യൂതമതക്കാരും മറ്റെല്ലാവരും ഉണ്ട്. അതിൽ ഇന്ത്യക്കാരും ഇംഗ്ലണ്ടുകാരും അമേരിക്കക്കാരും ജപ്പാനീസും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളായിട്ട് തന്നെ അള്ളാഹു ആദരിച്ച ഈ സമൂഹത്തെ, ആദമിൻ്റെ മക്കളെ അനാദരിക്കുന്നത് ശരിയല്ലല്ലോ. മൂന്നാമത്തെ ഒരു വിഷയം കൂടിയുണ്ട്. സത്യം, ധർമ്മം, നീതി തുടങ്ങിയ മനുഷ്യരുടെ പൊതു സ്വത്തുണ്ടല്ലോ, അത് എല്ലാവരും കാത്തു സൂക്ഷിക്കേണ്ടതും പരസ്പര പെരുമാറ്റത്തിൽ കാത്ത് പോരേണ്ടതുമായ കാര്യങ്ങളാണ്. അതുപോലെ തിന്മകളും, അനീതി, അക്രമം, കൊലപാതകം, അതുപോലുള്ള തിന്മകൾ എല്ലാവർക്കും ദോഷമുണ്ടാക്കുന്നതാണ്. അതിനെ ഇല്ലാതാക്കുവാനും തടയുവാനും നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടതാണ്.